നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബൈപ്പാസ് ജംഗ്ഷനുകളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നത് കാഴ്ച മറയ്ക്കുന്നതിനാൽ അപകടം പതിവായതിനാലാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി. പേരാമ്പ്ര ബൈപ്പാസ് ജംഗ്ഷനുകളിൽ അനധികൃതമായി പാർക്കു ചെയ്തു പോകുന്ന വാഹനങ്ങൾ നിരവധിയാണ്. ഇതുകാരണം ബൈപ്പാസിലേക്ക് കയറുന്ന വാഹനങ്ങൾ കാഴ്ച മറക്കുന്നതിനാൽ അപകടങ്ങളും വർദ്ധിച്ചതോടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി പേരാമ്പ്ര ചെമ്പ്ര റോഡ് EMS ആശുപത്രി ജംഗ്ഷൻ, പൈതോത്ത് റോഡ് ജംഗ്ഷൻ, പെട്രോൾ പമ്പ് ജംഗ്ഷൻ, BEd കോളേജ് ജംഗ്ഷൻ, AGK നായർ റോഡ് ജംഗ്ഷൻ, ചിരുതോംകുന്ന് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് പറഞ്ഞു. നമ്മളിപ്പോ പേരാമ്പ്ര പഞ്ചായത്ത് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ എടുത്ത തീരുമാനങ്ങൾ ഓരോന്നായിട്ട് നടപ്പിലാക്കി വരികയാണ്. അതില് നോ എൻട്രി ബോർഡ് 2 ജൂബിലി റോഡും പഞ്ചായത്ത് റോഡും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബൈപ്പാസിൽ 6 ജംഗ്ഷനുകളായിട്ടാണ് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചത്. അപ്പോൾ നോ പാർക്കിംഗ് ബോർഡ് വെച്ചതിന്റെ 50 മീറ്റർ ഇടതുഭാഗവും വലതുഭാഗമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാല് വലിയ വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റ് പോക്കറ്റ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ കാഴ്ച മറക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോ പാർക്കിംഗ് ഒരു 50 മീറ്റർ വരെ വിട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കക്കാട് BEd കോളേജിന്റെ അടുത്ത് ഒരു നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ പെട്രോൾ പമ്പിന്റെ അടുത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ പുതിയ EMS ജംഗ്ഷനിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ജൂബിലി റോഡ് അവിടെ പോക്കറ്റ് റോഡിന്റെ അടുത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ പൈതോത്ത് റോഡ് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ചിരുതകുന്നുമ്മൽ റോഡ് പഴയ EMS റോഡ് അതാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും കൂടി ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് വെച്ച സ്ഥലങ്ങളിലൊന്നും 50 മീറ്റർ ഇടതുഭാഗത്തും വലതുഭാഗത്തായിട്ട് വലിയ വാഹനങ്ങൾ കാഴ്ച മറക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് അപകടം നടക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ. ഈ ജംഗ്ഷനുകളിൽ നിന്ന് കാഴ്ച മറക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ അപകടങ്ങൾ വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ ചെറിയൊരു ഇടപെടൽ നടത്തുകയാണ്. അപ്പോൾ അത് നമ്മൾ പഞ്ചായത്തും പോലീസുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. RTO മറ്റ് പൊതുജനങ്ങളുടെ എല്ലാ സഹായങ്ങളും ഇതിൻ്റെ ഒപ്പം ഉണ്ടാകണം. എന്നാലാണ് നമുക്കിത് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡിന് 50 മീറ്റർ അകലത്തിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് ലംഘിക്കുന്നവരുടെ പേരിൽ പിഴ ഉൾപ്പെടെ നിയമ നടപടികളും സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ, വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പലപ്പോഴും ഇവിടെ വലിയ വണ്ടികൾ എപ്പോഴും പാർക്കിംഗ് പലപ്പോഴും നമ്മൾ ഇവിടുന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കലാണ്. പലപ്പോഴും പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിൽ വരെ നമ്മൾ തിയേറ്ററിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. പലപ്പോഴും വെക്കുക ഓരോ ദിവസം വണ്ടി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വന്നിട്ട് ഇവിടെ ഈ റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ ഒരുപാട് പ്രശ്നമാണ്. ഇവിടെ ഒന്നിക്കണമെങ്കിൽ ഒരു സിഗ്നൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇന്ന് വരുന്ന വണ്ടികൾക്കൊന്നും കാണില്ല. ഇവിടെ വലിയ വണ്ടികൾ നിർത്തിയാൽ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിട്ടും എല്ലാ രീതിയിലും ശക്തമായ നിരീക്ഷണം ഞങ്ങൾ ഈ സൈഡിലുള്ള ആൾക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചോണ്ട് മാത്രം കാര്യമല്ല. പക്ഷെ ഇവിടെ വണ്ടി നിൽക്കാൻ പാടില്ല. ഇവിടെ മെമ്പർ ഈ വാർഡ് നമ്പറാണിത്. 12 വാർഡ് നമ്പർ ഇവിടെ ഉണ്ട്. പോലീസിൻ്റെ ഇടപെടലുണ്ട്. അല്ലാണ്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ തിരിയോ ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ വരുന്ന വണ്ടികൾ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇങ്ങനെ വരുന്ന വണ്ടി നമ്മൾ പെട്ടെന്ന് കാണൂല. ഇവിടെ പലപ്പോഴും അപകടം ഉണ്ടായിട്ടുണ്ട്. പൈതോത്തോട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.